ഇന്ന് വ്ളോഗൊന്നും ചെയ്യാതെ ഒന്നും മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഒരു ചെറിയ മിനി വ്ളോഗൊക്കെ ചെയ്യാമെന്ന് കേട്ടോ. മക്കൾ ടി വി കാണുന്ന സ്റ്റൈല് കണ്ടില്ല, ആഹാ എന്താല്ലേ. അപ്പോൾ അതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നല്ല വിശപ്പൊക്കെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മമ്പയർ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിതിന് ചക്കരപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മമ്പയർ വേവിച്ചെടുക്കുക, ഉപ്പിട്ടിട്ട് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ രാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് കുറുക്കിയെടുക്കുക. അതിലേക്ക് തേങ്ങ ചിരവിയതും ചേർത്താൽ നമ്മളെ ചക്കരപ്പയർ റെഡി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഒരു ട്രഡീഷണൽ ഫുഡ് തന്നെയാണ്. കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിൽ ഇത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കി. പിന്നെ അതാ ഉച്ചയ്ക്ക് ഇന്ന് പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ല. ചെമ്മീനാണ് മെയിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ചെമ്മീൻ രണ്ടാൾക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ മുട്ട പൊരിച്ച് പച്ചക്കായ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഇനിയിപ്പോൾ വൈകുന്നേരമായി ഞാൻ കുറച്ച് പഴംപൊരിയൊക്കെ റെഡിയാക്കിയിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായിക്കണം പഴംപൊരി കഴിച്ചിട്ട്. ഇപ്പോൾ ഞാനങ്ങനെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ പൊരിച്ചതും വറുത്തതും ഓയിൽ ഐറ്റംസുകളൊക്കെ ഒന്നങ്ങോട്ട് കുറക്കണതാണല്ലോ നല്ലത്. പിന്നെ നമ്മൾ നെഞ്ചരിച്ചലുണ്ടല്ലോ, അത് കട്ടൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഐറ്റംസുകളൊന്നും ഇപ്പോൾ കഴിക്കാൻ തീരെ പറ്റണില്ല കേട്ടോ. പിന്നെ പഴംപൊരി, അതിനോടൊരു മുഹബത്ത് എല്ലാ മലയാളികൾക്കും ഉണ്ടാവില്ല. വല്ലപ്പോഴും ഒരു പഴംപൊരി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ കുറവായിരിക്കുമല്ലോ. പഴംപൊരി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മൂത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇന്നിപ്പോൾ എന്തായാലും സാരമില്ല പഴംപൊരി റെഡിയാക്കാൻ. ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാനുള്ളതാണല്ലോ. അടക്കി പിടിച്ച് മനസ്സിലൊതുക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കണം എന്നല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് പഴംപൊരി റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടികളെയും കൂട്ടിയിട്ട് അതങ്ങനെ ഇരുന്ന് കഴിച്ചു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മക്കളെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു വൈബ് അതൊരു വേറെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. മക്കൾ ഇതാ ചായ കുടിക്കുന്നിടത്തുനിന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി ബോയ് ഇവിടെ എത്തിയപ്പോൾ അവർ ഓടിപ്പോയിട്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതെന്നോ എന്തൊക്കെ കിട്ടിയെന്നൊക്കെ ഉള്ളത് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ.